ആരെ കുണുങ്ങി കുണുങ്ങി വരണേ? പോയോ ചക്കരക്കുട്ടി? എന്താ ശ്രേഷ്ഠ കുട്ടിയെ കാണുമ്പോ ഇങ്ങനെ ഞങ്ങൾക്ക് എടുത്തിങ്ങനെ ഒരു ലഡു തിന്നണ പോലെ അതെ അതെ കടിക്കാൻ തോന്നുന്നു. എനിക്ക് രസഗുള പോലെ തോന്നണേ. ആ എനിക്ക് രസ്മലായി പോലെ തോന്നുന്നു. ആണോ? തിന്നുന്ന സാധനം എന്തായാലും എന്താണ് തിന്നുന്നത്? ഞങ്ങള് തിന്നോട്ടെ. തിന്നോ? അപ്പൊ എന്തായാലും ഏത് പാട്ടാന്ന് പാടണേ? പിണക്കമിന്തേ ആയി. പിണക്കമിന്തേ ആഹാ. ഡാഡിയുമായി മമ്മി. ഡാഡി മമ്മി പിണക്കം ഉണ്ടാവാറുണ്ടോ? ഇല്ല ഇല്ലല്ലോ. അവര് നല്ല ഹാപ്പി അല്ലേ? എപ്പോഴും സ്നേഹമല്ലേ? വഴക്കുണ്ടാക്കാറേ ഇല്ല. ചെലപ്പോ ആണോ? വല്ലപ്പോഴും. ഡാഡിയാണോ മമ്മിയാണോ വഴക്കുണ്ടാക്കണേ? അറിയത്തില്ല. അറിയത്തില്ല അല്ലേ? എന്തിനാ ഇവര് വഴക്കുണ്ടാക്കുന്നത്? പിന്നെ ബാക്കി ഡീറ്റെയിൽസ് എന്താ പാട്ടിന്റെ? സിനിമ ഒരു കുട കീഴിൽ. ആഹാ, ഒരു കുട കീഴിൽ. കീഴിൽ. ഓക്കെ. പിന്നെ മ്യൂസിക് ജോൺസൺ. ലിറിക്സ് പൂവച്ചൽ ഖാദർ സാറ്. ഓക്കെ. പാടിയത് വാണിയമ്മ. വെരി ഗുഡ്. പിന്നെ വർഷം 1985. വെരി ഗുഡ്. ശ്രേഷ്ഠ കുട്ടി മിടുക്കിയാണ്, എല്ലാം പഠിച്ചല്ലോ. ശ്രേഷ്ഠ കുട്ടി ചമത്തുകുട്ടി. അതെ. ചമത്തെന്ന് വെച്ചാ എന്താന്ന് അറിയോ? പറഞ്ഞു കൊടുക്ക് പിന്നെ. മിടുക്കിന്ന് പറഞ്ഞതാ പിന്നെ ആന്റി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പിണക്കമിന്തേ പിണക്കമിന്തേ ഡാഡിയുമായി മമ്മി. പിണക്കമിന്തേ പിണക്കമിന്തേ ഡാഡിയുമായി മമ്മി. പിണങ്ങിയാലിണങ്ങാൻ തോന്നുകില്ലേ പറയുക എൻ മമ്മി. പിണക്കമിന്തേ പിണക്കമിന്തേ ഡാഡിയുമായി മമ്മി. പിണങ്ങിയാലിണങ്ങാൻ തോന്നുകില്ലേ
കൊള്ളാലോ, നല്ല രസമുണ്ടായിരുന്നല്ലോ നല്ല- കാണാനും കേൾക്കാനും. എന്ത് രസായിരുന്നു. ആ ആക്ഷനൊക്കെ, അതെ. ഡാൻസും ചെറിയൊരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അത് ആ കുട്ടി ആ പാട്ട് പാടിയതിൽ കളിച്ചായിരുന്നു, അത് നോക്കി. ഓ അത് ശരി, അതിലെ സിനിമയിൽ. വീഡിയോയിലെ വിഷ്വലിലെ വീഡിയോ കണ്ട് നോക്കി പഠിച്ചതാണ്. അതാണ് നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ അവിടെ നോക്കിയാ ഡാഡിയെ നോക്കിയൊക്കെ പാടുന്നുണ്ടായിരുന്നല്ലോ. മമ്മീനെ ഡാഡിയാണോ നോക്കി ഇഷ്ടം, പാടി. മമ്മിയാണോ ഇഷ്ടം? ഡാഡി. വെറുതെ അല്ല, ഡാഡി മാത്രം, ഡാഡിയുടെ അടുത്ത് മാത്രം ചോദിക്കാം. ഡാഡിയുടെ ഭാഗം മാത്രം പിടിച്ചോണ്ടാണ് ഈ പാട്ട്. അതെ, എന്തൊരു പാവം ഡാഡി, എന്തൊരു പിഴച്ചാണ് ഡാഡി, എന്തൊരു പാവം ഡാഡി എന്നൊക്കെയാണ് ചോദിക്കണേ. അല്ലേ ഡാഡി? നമുക്ക് ഇവരുടെ പിണക്കുണ്ടെങ്കിൽ തന്നെ മാറ്റിയാലോ നമുക്ക്? അതെ. ഒന്ന് രണ്ടുപേരും സ്റ്റേജിലേക്ക് വന്നാൽ ഒന്ന് പിണക്കം മാറ്റായിരുന്നു. വരൂ വായോ, വരൂ വാ. വരൂ വരൂ. അപ്പൊ മധുവങ്ങളെ ബിന്യാണ്ടി പ്രേക്ഷകരെല്ലാം കണ്ടു അതെ പാട്ട് പാടി അതെ. സ്പോട്ടിൽ പിണക്കം മാറ്റി. അതെ, അല്ലേ? പാവം മമ്മിയും പാവം ഡാഡിയും പാവം വന്നിരിക്കുക. ഡാഡിയോ? അതെ 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 അപ്പൊ മൂന്നാളും ഒന്ന് കെട്ടിപ്പിടിച്ചോ. അതെ, ഒരു ഉമ്മ കൊടുത്തേ ഡാഡിക്കും മമ്മിക്കും. പിണക്കമിന്റെ ഡാഡിയുമായി മമ്മി. പിണങ്ങിയാൽ ഇണങ്ങാൻ തോന്നുകില്ലേ, പറയുക എൻ മമ്മി. എന്തായാലും സന്തോഷം. ഇപ്പൊ ഇങ്ങനെ ഈ പാട്ടില് ഡാഡി മമ്മി പറ്റിയുള്ള പാട്ട് ആണ് ഇപ്പൊ മോള് പാടിയത്. പാടിക്കഴിഞ്ഞപ്പോ നിങ്ങൾ ഒരു വേദിയിൽ വന്നതൊക്കെ ഒരു സന്തോഷമുണ്ട്. കരയണേ. എന്താ എന്താ ഇവിടുന്ന് ഒരാൾ കരയാണ് വന്നത്. അയ്യോ, എന്തിനാ കരയണേ? സന്തോഷം കൊണ്ടായിരിക്കും. സന്തോഷം കൊണ്ടാ, സന്തോഷം കൊണ്ടാ. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് ഈ സന്തോഷ കണ്ണീരിന്റെ കാര്യം എന്താണ്? അല്ല, ഇത്രയും വലിയ വേദിയില് മോള് കാരണം വന്ന് നിൽക്കാൻ പറ്റി. അതാണ്. മുമ്പ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ വരണമെന്ന്. ആണല്ലേ? അപ്പൊ അത് ഇവള് കാരണം സാധിച്ചതിൽ വലിയ സന്തോഷം. എന്തായാലും ഈ മോള് കാരണം ഇനിയും അനേകം വേദികളിൽ നിങ്ങൾക്ക് ഇതുപോലെ വന്ന് നിൽക്കാൻ സാധിക്കട്ടെ ഭാവിയില്. ഓക്കെ, എന്തായാലും ശ്രേഷ്ഠക്കുട്ടി എന്താ? നന്നായിട്ട് പാടിട്ടോ. വളരെ ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. Thank you. ഒരു തെറ്റും കൂടാണ്ട് ആദ്യം ഒരു അവസാനം വരെ ആ ഡയലോഗുകളും എല്ലാം അതെ. കറക്റ്റ് ആയിട്ട് പറഞ്ഞ്. ആ ഡയലോഗ് എന്തായിരുന്നു നോട് പറഞ്ഞെന്ന്? എന്താ പറഞ്ഞ ഇടയ്ക്ക്? അല്ലേ ഡാഡി? അല്ലേ ഡാഡി? ഇങ്ങനെ വീട്ടിൽ പറയാറുണ്ടോ? ഇല്ല. കൊള്ളാം, അടിപൊളി ട്ടാ. ഗർണായിട്ടുണ്ട്. ശ്രേഷ്ഠക്കുട്ടി എന്താ? സൂപ്പർ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിരുന്നു കാണാനും കേക്കാനും എല്ലാം. വീട്ടില് മക്കളെ ആരാ ആദ്യം ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നേ? ചേച്ചിയോ? ചേച്ചി ഇത് വാക്ക് പറയില്ല. പറയൂല. പറയൂല. ചേച്ചിയും കൊച്ചും വലിയ കൂട്ടം. അമ്മയാണ് വഴക്ക് പറയണത്. അമ്മയും പിന്നെ അച്ഛനും. അച്ഛനും വഴക്ക് പറയോ? അച്ഛനും വഴക്ക് പറയും. ആ, രണ്ടുപേരും വഴക്ക് പറയുന്നുണ്ട്. അതെ. ചേച്ചിയുണ്ട്. അമ്മയാണ് വഴക്ക് പറയണമെന്ന് ഇവിടെ വെച്ച് പറഞ്ഞ ആ, അച്ഛനെ കൂടെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ വെളിയിൽ ചെല്ലുമ്പോ അതാണ് കൊച്ചിനറിയാതെ എങ്ങനെ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യണം. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ബാലൻസ് ചെയ്താണ്. അതെ 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 അതെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ, എന്നടാ എനിക്കില്ലേ അന്ന് ബിരിയാണി മേടിച്ചു തന്നില്ലേ, അപ്പൊ സൂപ്പറായി. ബിരിയാണി ആയിരുന്നു. അയ്യോ ഉമ്മ ഒരു ബിരിയാണിക്കൊക്കെ ഇത്ര സന്തോഷം. ചേട്ടാ, ഞാൻ കൂടുതലൊന്നും പറയാത്തത്, ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ ഒന്ന് പറയുമ്പോൾ ശ്രേഷ്ഠക്കുട്ടിയുടെ അച്ഛനെ ഒന്ന് കണ്ടാ എനിക്കൊരു ദിവസം തുടങ്ങാൻ തോന്നുന്ന ഒരു ശരിയാ. അപ്പൊ ഇന്ന് വേദിയില് നിങ്ങൾ മൂന്നുപേരും കൂടെ നിൽക്കുന്ന കണ്ടപ്പോ പ്രത്യേകിച്ച് ഇനി എന്ത് വേണം, അച്ഛനെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് കൂടെ കേട്ടു. അങ്ങനെ ഒരിക്കലും സാധാരണ പിള്ളേര് പറയുമ്പോ അവര് പറയാറില്ല. പിള്ളേർക്കെല്ലാം അറിയാം, അവർ രണ്ടുപേരും കൂടെ ചേർത്തേ പറയൂ. അതെ അതെ. പക്ഷെ ശ്രേഷ്ഠക്കുട്ടി എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചി വിഷം വിചാരിക്കരുത്, ചേച്ചിക്ക് സന്തോഷമുള്ളൂ. സന്തോഷമുള്ളൂ. അത് അവർ തമ്മിൽ ചെറിയ ബോണ്ട് കൂടുതലായി അതെ പോയി, അതെ അല്ലേ? അതെ. പക്ഷെ അമ്മ എന്ന് പറയണ അമ്മയല്ലേ ചക്കരെ, അല്ലേ? ഭയങ്കര കണ്ണ് നിറഞ്ഞിങ്ങനെ സന്തോഷമായിട്ട് അതെ, നിൽക്കുക. അതെ, അതെ. എന്തായാലും അവരുടെ സന്തോഷം അവർക്കേ അറിയുള്ളൂ. തീർച്ചയായിട്ടും. നമ്മളൊക്കെ അതെ എപ്പോഴും അതെ. ഈ സ്റ്റേജിൽ കയറുക, ടി വിയിൽ ഇരിക്കുക, ക്യാമറ കാണുക എന്നൊക്കെ പറഞ്ഞ ദൈവം സഹായിച്ച് നമ്മൾ പണ്ട് തൊട്ടേ ചെയ്യുന്ന. പക്ഷെ അവരെ സംബന്ധിച്ച് ഇതവര് ചിലപ്പോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്, അല്ലേ? മൂത്താളെ നമ്മള് ഒരുപാട് റിയാലിറ്റി ഷോയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ ആ. ഭാഗ്യവശാൽ ഓ, അത് പറ്റിയിട്ടില്ല. പക്ഷെ ഈ കൊച്ചുമോള് കാരണം അത് സംഭവിച്ചു. അല്ല, ഇനി എത്ര വേദികളിലും എവിടെയൊക്കെ മോള് അതെ, കാരണം അതെ, അതെ. കേറാൻ പോകുന്നു. മേഡത്തിന്റെ നാക്ക് പൊന്നായിരിക്കട്ടെ. പൊന്നാവും. മൂത്താൾക്ക് എത്ര വയസ്സായി ഇപ്പം? മൂത്തയാൾക്ക് 17.
ഇനിയും റിയാലിറ്റി ഷോസിൽ പങ്കെടുക്കാമല്ലോ. ഇനി കുറച്ചുകൾ ആ മോളെയും കൂടി കൊണ്ടുപോക്കോ. ആദ്യത്തെ മോളും ഈ രണ്ടാമത്തെ കുട്ടിയും തമ്മിലുള്ള എത്രയും വയസ്സ് വ്യത്യാസം നല്ല ഗ്യാപ്പ് ഉണ്ടല്ലേ? അതിന്റെ തന്നെ ഒരു പ്രത്യേക ഒരു ഇതൊരു അല്ലേ കൊച്ചിനോടുണ്ട്. അതെന്താ അതിന്റെ ഞങ്ങള് കാരണം? തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ ഷോപ്പ് റൺ ചെയ്യാണ്. ആഹാ. അപ്പൊ മൂത്തയാൾക്ക് 3 വയസ്സായ സമയത്താണ് ഞങ്ങള് മെഡിക്കൽ ഷോപ്പ് ഓപ്പൺ ചെയ്തത്. ഓ അത് ശരി. അപ്പോ ഞങ്ങള് രണ്ടാളും ആദ്യം അതിനകത്തങ്ങ് ഇൻവോൾവ് ആയി പോയി. അപ്പൊ എൻഗേജ്ഡ് ആയതുകൊണ്ട് പിന്നെ വേറൊരു മാറി ചിന്തിക്കാനുള്ള ഒരു തോട്ട് വന്നില്ല. പക്ഷെ വർഷങ്ങളും കടന്നു പോയതും അറിഞ്ഞില്ല. അങ്ങനെ ഏകദേശം ഒരു പിന്നെ രാത്രിയിൽ മെഡിക്കൽ ഷോപ്പ് ഓപ്പൺ ആയിരുന്നോ? അങ്ങനെയല്ല 24 hours ആയിരുന്നു അല്ലേ? അല്ലല്ല അങ്ങനെയല്ല. വല്ലപ്പോഴൊക്കെ മെഡിക്കൽ ഷോപ്പ് ഒന്ന് അടച്ച നന്നായി. അതുകൊണ്ടല്ല. കാര്യം എന്ന് പറഞ്ഞാല് പിന്നെ മോക്കൊരു 3 വയസ്സ് 4 ചേട്ടാ നമ്മളിമ്മ ഒരു ഫാമിലി ഒരു രണ്ടാമത് ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ചേട്ടാ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം, നിങ്ങൾക്ക് ഇഷ്ടം, അതൊക്കെ ദൈവം തരുന്ന. ഇപ്പൊ നമ്മൾ വേണമെന്ന് വെച്ചാൽ നടക്കണ കാര്യമൊന്നും അല്ലല്ലോ. എന്തായാലും ഇത്ര ഗ്യാപ്പായി, അതുകൊണ്ട് കുറച്ചുകൂടി സ്നേഹം കൂടുതൽ കൊടുക്കുന്നു അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ മോള് വലുതായപ്പോ പിന്നെ ഒരാള് മതിയെന്ന് അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ കുറച്ചാള് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മുടെ വൈഫിന് ചില കൂട്ടുകാരികൾക്കൊക്കെ വീണ്ടും രണ്ടാമത് കുട്ടികളൊക്കെ ഉണ്ടായപ്പോ ഒരു ആഗ്രഹം വന്നു. അങ്ങനെ യാദൃശ്യമായിട്ട് അങ്ങ് അപ്പൊ എന്തായാലും ഇങ്ങനെ നല്ലൊരു യാദൃശ്യമായിട്ട് ഇങ്ങനെ നല്ലൊരു പാട്ട് പാടുന്ന ഒരു കുട്ടിയെ കിട്ടിയല്ലോ. അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഗർഭ എപ്പിസോഡ് നമുക്കിപ്പോ നിർത്താം അല്ലേ? പാട്ടിനെ പറ്റി ഇനിയിപ്പോ എന്തോന്ന് പറയാനേ, ഇതിനെല്ലാം കാരണം എന്താന്ന് പറയട്ടെ, ഈ പാട്ടാ. മറ്റേ നമ്മൾ ഇതിനു മുമ്പ് ഒരു ഡാഡി മമ്മി പാട്ട് കേട്ടേ, ഡാഡി മമ്മി വീട്ടിലില്ലേ, തടപ്പോടെ ആരുമില്ലേ, വിളയാടാ പോമാപിള്ള ബില്ലാടാ, അത് കേട്ടുള്ളൂ. പക്ഷെ ഇത് പഴയൊരു ഡാഡി മമ്മി. ഡാഡി മമ്മി പിണക്കമന്തേ 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 യോ യോ പിണക്കമന്തേ. ഓക്കെ മോളെ, ഇനി കൂടുതലൊന്നും പറയില്ല. ഇന്ന് ഹാപ്പി, ഇന്ന് മോളുടെ എപ്പിസോഡാ, ശ്രേഷ്ഠ കുട്ടി എപ്പിസോഡായിരുന്നു. അപ്പൊ ആഡിയോ ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ ഡാഡി മമ്മി പൂക്കുറ്റി.